ചേട്ടാ 130 രൂപയ്ക്ക് ഹോൾസെയിൽ റേറ്റിൽ പന്നി കൊടുത്താൽ ഇത് മുതലാക്കി എടുക്കാൻ പറ്റും ഇവിടെ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ജോലി ചെലവും കാര്യങ്ങളും എല്ലാം ആയിട്ട് വളരെ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അത് വളരെയധികം തരണം ചെയ്ത്, കാരണം ജോലി ചെലവ് വളരെ കൂടുതൽ, അതിനൊരു വാഹനം സ്ഥിരമായി ഓടുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സ്റ്റാഫുണ്ട്, അതിൻ്റെ ചിലവുകളുണ്ട്, സ്ഥിരമായിട്ട് 3 ജോലിക്കാരുണ്ട്, അവരുടെ ചിലവുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നന്നായി പ്രയാസപ്പെടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഒപ്പം തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഡെലിഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ അത് മാർക്കറ്റിൽ നിന്ന് നല്ല വിലയ്ക്ക് വാങ്ങിയാണ് ഇത് കൊടുത്തെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഫാമിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രയാസത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാമിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഈ പന്നികൾക്കായിട്ട് കൊടുക്കുക? നമുക്ക് പന്നിക്ക് പ്രധാനമായിട്ട് കൊടുക്കുന്നത് നമുക്ക് ഓഡിറ്റോറിയത്തിൽ നിന്നും മിച്ചം വരുന്ന ഭക്ഷണം അത് കളക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏതാണ്ട് 5ഓളം ഓഡിറ്റോറിയങ്ങളുണ്ട്. ഈ 5ഓളം ഓഡിറ്റോറിയങ്ങളിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റ് അത് കളക്ട് ചെയ്യുന്നതിനുള്ള സിസ്റ്റമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോണത്. അതിനാവശ്യമായ പാത്രങ്ങൾ അവിടെ വൃത്തിയാക്കി, അതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി തന്നെയാണ് ഈ പാത്രങ്ങളെല്ലാം അവിടെ എത്തിക്കുന്നത്. ആ പാത്രങ്ങളിൽ മിച്ചം വരുന്ന ഫുഡ് അവർ ശേഖരിച്ച് വയ്ക്കും. അത് ഞങ്ങളുടെ വാഹനം പോയിട്ട് അതിൽ സ്റ്റാഫ് അതെടുത്ത് കൊണ്ടുവന്നത് എത്ര പാത്രങ്ങളിൽ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നുണ്ടോ അത്രയും പാത്രം അടുത്ത പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ തിരികെ വയ്ക്കും. അതുപോലെ തന്നെയാണ് ഹോട്ടൽ വേസ്റ്റ്. ഹോട്ടൽ വേസ്റ്റ് വളരെ മോശമായിട്ട് തരുന്ന ഹോട്ടൽ വേസ്റ്റ് ഞങ്ങൾ എടുക്കാറില്ല. നല്ല ഹോട്ടൽ വേസ്റ്റ്, അതായത് അതിനകത്ത് പച്ച മാംസം, പച്ച മീൻ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലോ പ്ലാസ്റ്റിക്കോ മറ്റോ ഒക്കെ ഉള്ള ഹോട്ടൽ വേസ്റ്റ് എടുക്കാറില്ല. നല്ല രീതിയിൽ തരുന്ന ഹോട്ടൽ വേസ്റ്റ് മാത്രം. കാരണം അതിന് നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ള ഒരാശയത്തിലാണ് ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോണത്. പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസും ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഫുഡ് എന്നുള്ള രീതിയിൽ പച്ചക്കറിയും പുല്ലും വാഴയിലയും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ആഹാരം എത്തിക്കാനും, പിന്നെ അതിന് പുറമെ മിനറൽ മിക്സ്ചറും, പിന്നെ ഈ പന്നി ഫാമിനെ സംബന്ധിച്ച് പൊതുവേ സ്മെല്ല് എന്നുള്ളൊരു വിഷയമുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഫീഡപ്പീസ്റ്റ് അത് നല്ലൊരു ക്വാണ്ടിറ്റി ഒരാഴ്ചയിൽ ഏതാണ്ട് 1700 രൂപയുടെ ചിലവ് അതിലേക്ക് വരുന്നുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, കാരണം റോഡ് ആക്സസ് ആണ്, അടുത്ത് തന്നെ വീടുകളുണ്ട്, ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങൾ നിർവഹിക്കണമെന്നുള്ള ആ ഒരു താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ടും വളരെ മെച്ചമായിട്ടുള്ളൊരു സാഹചര്യമല്ല ഉള്ളത്. 210 രൂപ വരെ വിലയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് വളരെ പെട്ടെന്ന് ഈ ആഫ്രിക്കൻ ഫീവർ, സ്വൈൻ ഫീവർ എന്നൊക്കെ ഉള്ള ആ സാഹചര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ മാർക്കറ്റ് അങ്ങ് താഴേക്ക് പോയത്. അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ വിലയിൽ ഇപ്പോൾ കൊടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നത്. എത്ര നാളായി ഈ ഒരു ഫാം തുടങ്ങിയിട്ട്? ഇത് 16 വർഷങ്ങൾക്ക് മേലാകുന്നു. അന്ന് ആദ്യം മുതലേ ഇവിടെ പന്നിയുണ്ട്? ആദ്യം മുതലേ പന്നിയുണ്ട്. പന്നിയായിട്ട് തന്നെയാണ് തുടങ്ങിയത്. പന്നിയും പിന്നെ ഒപ്പം തന്നെ പോത്തുമായിട്ട് 8ഓളം പോത്തിനെ കൂടെ വാങ്ങിക്കൊണ്ടാണ് തുടങ്ങിയത്. HF എന്ന് പറയുന്നൊരു ബാക്ടീരിയ വരുത്തുന്ന രോഗത്തെ തുടർന്ന് 5 എണ്ണം വരെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ അവസരത്തിൽ പൂർണ്ണ ഗർഭിണിയായിരുന്ന എരുമയും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതിനെയും പോസ്റ്റ്മോർട്ടം നടത്തി, അതിൻ്റെ കുഞ്ഞിനെയും പോസ്റ്റ്മോർട്ടം നടത്തി, അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ കൊണ്ടുപോയി അതിനകത്ത് അതിൻ്റെ എക്സാമിനേഷനിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് HS എന്ന് പറയുന്നൊരു ബാക്ടീരിയയാണ് ഇതിൻ്റെ രോഗകാരണം എന്ന് മനസ്സിലാക്കുന്നതും. പിന്നെ നിലവിലുണ്ടായിരുന്ന ബാലൻസ് ഉണ്ടായിരുന്നതിനെല്ലാം വാക്സിനേഷൻ കൊടുക്കുകയും അതിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള താല്പര്യം ഇല്ലാത്ത രീതിയിൽ അത് നിർത്തുക ഒരു സാഹചര്യമാണ് ഉള്ളത്. തുടർന്ന് പന്നി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു വിലയിൽ ഇപ്പം മാർക്കറ്റിൽ കൊടുത്തുകൊണ്ട് പിടിച്ചേക്കാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടി പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് പരിഹരിക്കുക എന്ന് പറയുന്നത് കർഷകരുടെ ഉൽപ്പന്നം നേരിട്ട് കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് കസ്റ്റമറിൽ എത്തിക്കുക എന്നുള്ളതിനകത്ത് ചില സാങ്കേതിക പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നമുക്ക് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള അവബോധം തരുന്നതിന് വേണ്ടിയിട്ടും അതിലേക്ക് പ്രചോദനം തരുന്നതിന് വേണ്ടിയിട്ടൊരു ക്ലാസ് സർക്കാർ കണ്ടക്ട് ചെയ്തിരുന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ നമ്മളെ ഇത് വ്യവസായം എന്നുള്ള രീതിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ വ്യവസായം എന്നുള്ള രീതിയിൽ പെടുത്തിയപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ അതിനെക്കുറിച്ചുള്ള വിശദീകരണവും അത് എപ്രകാരമാണ് ഒരു ലോണ്, സബ്സിഡി, അനുബന്ധ കാര്യങ്ങൾ, എന്തൊക്കെ പ്രോഗ്രാംസാണ് സർക്കാർ അതിനകത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ആയിരുന്ന ക്ലാസ്സുകൾ. അപ്പോൾ അവസാനമായിട്ട് 1-2 സംശയങ്ങൾ വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു. നമ്മുടെ
പിഗ് ഫാം എന്ന് പറയുന്നത് പിഗ് ഫാംസ് വ്യവസായത്തിൽ പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കതിനെ സ്ലോട്ടർ ചെയ്തിട്ട് അതിൻ്റെ മീറ്റ് ആക്കാനായിട്ട് അതിൻ്റെ മൂല്യം വർദ്ധിക്കണമെന്ന് വെച്ചാൽ അത് നമുക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ഒക്കില്ല. സ്ലോട്ടർ ചെയ്ത് മീറ്റായെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ ഒക്കുള്ളൂ. നല്ല മൂല്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു സംശയം ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് ഇത് വ്യവസായത്തിൽ പെടുത്തിയിരിക്കുന്നുണ്ടെങ്കിലും സ്ലോട്ടർ ചെയ്യുന്ന അതിന് സ്ലോട്ടർ ചെയ്യുന്നതൊന്നും വ്യവസായത്തിൽ പെടുത്തിയിട്ടില്ല. വളർത്തുന്ന വ്യവസായത്തിൽ വന്നെങ്കിലും സ്ലോട്ടറിങ് അനുബന്ധ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ നിർദ്ദേശത്തിലില്ല. സർക്കാരിൻ്റെ നിർദ്ദേശത്തിലുള്ള കാര്യങ്ങൾ മാംസത്തിന് പിന്നെ കൂടുതൽ എങ്ങനെ മൂല്യവർദ്ധിതമാക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അതിൻ്റെ അവബോധവും അതിൻ്റെ സാമ്പത്തിക സഹായവും അതിനനുബന്ധമായിട്ടുള്ള സബ്സിഡി മിഷണറീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത് ഏതിൽ പെടുത്തും, അതങ്ങനെ പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പെടുത്തി കർഷകരെ സഹായിക്കാനായിട്ട് സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കർഷകർക്ക് അത് വളരെ ആശ്വാസകരമായിരിക്കും. അപ്രകാരം ഒരു കാര്യത്തിലേക്ക് നീങ്ങണമെന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെയധികം ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കാതെ വരുന്ന ഈ സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം വിശേഷ സന്ദർഭങ്ങൾ, ഈസ്റ്ററോ ക്രിസ്മസോ അങ്ങനെയൊക്കെ ഓണം തുടങ്ങിയ വിശേഷ സന്ദർഭങ്ങളിൽ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ കണ്ടെത്തി അവരുടെ ഒരു സഹകരണത്തോടു കൂടി അത്യാവശ്യം വേണ്ടുന്ന ഒന്നിനെയോ മറ്റൊക്കെ നമ്മൾ സ്ലോട്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ നിലവിലുള്ളത്. അത് അത്യാവശ്യം ഒരു ആശ്വാസത്തിന് അത് വക നൽകുന്നുണ്ട്. അല്ലാതെ കാരണം നമ്മളൊരു വർഷം കാത്തിരുന്ന് അതിനെ വളർത്തിയെടുത്താൽ അത് ഒരു ദിവസം കൊണ്ട് ഒരു വർഷം കിട്ടാവുന്ന ആദായം ഒരു ദിവസം കൊണ്ട് കിട്ടുന്നൊരു സാഹചര്യമാണ്. അത് കർഷകന് നേരിട്ട് കിട്ടാതെ പോകുന്ന ഒരു വലിയ സങ്കടകരമായ അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. അതിനെ അതിജീവിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള എന്തെങ്കിലും നല്ല നിർദ്ദേശങ്ങളും ഇടപെടലും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് ആശ്വാസകരമാകൂ എന്നുള്ള ഒരു ദുഃഖസത്യം കൂടെ ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. ഒരു പന്നിക്കുട്ടി വളർന്ന് പൂർണ്ണ വളർച്ച എത്താൻ എത്ര കാലയളവെടുക്കും? നമുക്ക് ഇതിൻ്റെ ലിറ്ററിങ് സ്റ്റേജ്, അതായത് പ്രസവിച്ച് കഴിഞ്ഞാൽ 45 മുതൽ 55 ദിവസം വരെ തള്ളയോടൊപ്പം ആയിരിക്കും. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളും അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഇഞ്ചക്ഷൻസും പ്രതിരോധ കുത്തിവയ്പ്പുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് തീറ്റയിലേക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും 4 മാസത്തോളം ആകും. 4 മാസം കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 മാസം കൂടെ കൊണ്ട് 10 മാസം കൊണ്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 100 കിലോ വെയിറ്റ് എന്നുള്ളൊരു പൊസിഷനിലെത്തും. 100 കിലോ വെയിറ്റ് എത്തിയാൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയിലാണ് പോണത്. പക്ഷേ എന്നാൽ പോലും ചിലത് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തള്ളയുടെ പാല് കിട്ടാനായിട്ട് പ്രയാസപ്പെടുന്ന സ്ട്രഗിളിങ്ങിൽ അങ്ങനെ പാല് കിട്ടാതെ വരുന്ന കുഞ്ഞുങ്ങൾ ഈ ഒരു 10 മാസം എന്നുള്ളത് 12 മുതൽ 15 മാസം വരെ നമ്മൾ വീണ്ടും അതിന് തീറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ടാർഗറ്റിലെത്താൻ വീണ്ടും വൈകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. 100 കിലോ ആവറേജ് എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു വസ്തുത. അത് അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ ഫാമിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒക്കൂ. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഫുഡ് മാത്രമല്ല അതിൻ്റെ ബ്രീഡിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുക, ബ്രീഡിൻ്റെ ഇൻബ്രീഡിങ് ഉണ്ടാകാതിരിക്കുക, അത്യാവശ്യം നല്ല ബ്രീഡ് ചെയ്യാൻ കൊള്ളാവുന്ന മാതാപിതാക്കളെ മാത്രം ബ്രീഡ് ചെയ്തുകൊണ്ട് ആ ഒരു രീതിയിൽ അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് പരമാവധി ശ്രദ്ധിച്ച് പോന്നാൽ മാത്രമേ രോഗപ്രതിരോധവും വളർച്ചയും നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഉള്ള ബ്രീഡുകൾ ഏതൊക്കെയാണ്? നമുക്കിപ്പോൾ ഉള്ളത് പ്രധാനമായിട്ടുള്ളത് വൈറ്റ് യോർക്ക്ഷയർ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ആ പേര് തന്നെ ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലനാമമാണ്. യോർക്ക്ഷയർ എന്ന് പറയുന്ന സ്ഥലത്ത് ജന്മം കൊണ്ട് അതിന് നമ്മൾ സർക്കാർ വഴി നമുക്ക് ലഭ്യമാക്കിയതാണ്. കുടപ്പനക്കുന്നിൽ നിന്നുമാണ് ആദ്യ ഒരു യൂണിറ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അതാണ് പ്രധാന ബ്രീഡായിട്ടുള്ളത്. പിന്നെ പാറശാല സർക്കാരിൻ്റെ ഫാമിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഡ്യൂറോക്ക് എന്ന് പറയുന്നത് അമേരിക്കൻ ബ്രീഡാണ്. അത് പൊതുവേ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടുതലാണെങ്കിലും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് അത് പിന്നാക്കാവസ്ഥയാണ്. കുട്ടികളെ നന്നായിട്ട് നോക്കിയെടുക്കാനായിട്ട് ഉള്ള താല്പര്യം പലതിനും കുറവാണ്. അത് ഡ്യൂറോക്കിനെക്കാളും കൂടുതൽ വൈറ്റ് യോർക്ക്ഷയറിനാണ് ഉള്ളത്. വന്നിട്ട് ഈ ഫാമിലെ നല്ല മിക്കവാറും ഉള്ള ഫാമുകളിൽ ഒരു മിക്സഡ് ബ്രീഡാണ് നിലവിലുള്ളത്. മിക്സഡ് ബ്രീഡാണ് കൂടുതൽ ഗുണകരമായിട്ട് കാണാൻ കഴിയുന്നത്. മിക്സഡ് ബ്രീഡ് ആകുമ്പോഴത്തേക്കും അതിൽ പിന്നെ വെള്ളയും ബ്ലാക്കും ബ്രൗണും ആയിട്ടുള്ള പൊട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുന്നൊരു വ്യത്യാസം കാണാനൊക്കും. പ്യുവർ വൈറ്റ് യോർക്ക്ഷയർ ആണെന്നുണ്ടെങ്കിൽ പ്യുവർ വൈറ്റ് ആയിരിക്കും. അതല്ല ഡ്യൂറോക്കിൻ്റെതാണെന്നുണ്ടെങ്കിൽ പ്യുവർ ബ്രൗൺ ആയിരിക്കും.
ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് മിക്സഡ് ബ്രീഡിൽ ഈ കളറിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ബ്രീഡിംഗ് ഉണ്ടല്ലോ, അതിനെന്താണ് നോക്കുന്നത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ബ്രീഡിംഗ് ഉണ്ട്. ബ്രീഡിങ്ങിന് ഒത്തിരി മാനദണ്ഡങ്ങൾ നോക്കേണ്ടതുണ്ട്. അതായത് അതിൻ്റെ പ്രധാനമായിട്ടും അതിൻ്റെ ആരോഗ്യസ്ഥിതി. 80 കിലോയ്ക്ക് മുകളിലുള്ള പെൺപന്നികൾ മാത്രമേ ബ്രീഡിങ്ങിനായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കുള്ളൂ. ഫീമെയിൽസ് എല്ലാം 80 കിലോയ്ക്കും മുകളിലായിരിക്കണം. മെയിലായിട്ട് വരുന്നത് 100-110 കിലോയുടെ മുകളിലുള്ളത് വേണം ബ്രീഡിങ്ങിന് ഉപയോഗിക്കാനുള്ളത്. ഒപ്പം തന്നെ ഈ 80 കിലോയ്ക്ക് മുകളിലുള്ള പെൺപന്നികൾക്ക് അവരുടെ ശരീരഭാരത്തിന് അനുസൃതമായിട്ടുള്ള കുളമ്പുകളുടെ രീതികൾ, അത് ആ കുളമ്പിൻ്റെ ആ രീതിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് ഒരു പ്രസവത്തിൽ 8 മുതൽ 12 അതിന് മേലും കുഞ്ഞുങ്ങളുണ്ടാകും. ഒരു കുഞ്ഞിന് വരുമ്പോൾ ഏതാണ്ട് 2 കിലോയ്ക്ക് മുകളിൽ ഭാരം വരും. അപ്പോൾ അത്രയും ഭാരമൊക്കെ താങ്ങാനായിട്ടൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കുളമ്പിൻ്റെ രൂപം, കാലിൻ്റെ ഷേപ്പ്, അതിൻ്റെ ബോഡിയുടെ പ്രകൃതം, പിന്നെ പൊതുവേ കൂടുതൽ രോമാവൃതമാണോ അതെല്ലാം നോക്കിയായിരിക്കും അതിന് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ സ്വഭാവത്തിൻ്റെ രീതി എല്ലാം നോക്കിയാണ് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ സെലക്ട് ചെയ്യാറുള്ളത്. മാതൃഗുണം കൂടുതലുള്ളതിനെയാണ് നമ്മൾ ഇതിനകത്ത്. അതേപോലെ തന്നെ അതിൻ്റെ നിപ്പിൾസ് കുട്ടികൾ കൂടുതലുണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ഫീഡ് ചെയ്യാനായിട്ടുള്ള നിപ്പിൾസിൻ്റെ എണ്ണം 12 കുറയരുതെന്നുള്ളതാണ്. അതെല്ലാം നോക്കിയാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ മീറ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് നിലനിർത്തുന്നത്? മീറ്റിൻ്റെ ക്വാളിറ്റി നിലനിർത്തുന്നത് ഒന്ന് പ്രധാനമായിട്ട് അതിന് കൃത്യസമയത്തുള്ള ആഹാരം, പിന്നെ രണ്ടാമത്തത് ശുദ്ധജലം ആവശ്യത്തിന് കുടിക്കാനായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ എൻ്റെ ശരീരം തണുക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും 2 നേരം നന്നായി ഇതിനെ കുളിപ്പിക്കാറുണ്ട്. നന്നായിട്ട് കുളിപ്പിച്ചതിന് ശരീരം തണുക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളവും, പിന്നെ 1 വയസ്സ് എന്നുള്ളത് അതിൻ്റെ മുകളിൽ പ്രായമായത് മീറ്റിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊഴുപ്പ് വർദ്ധിക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ആ സമയത്ത് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളെ ആണ് നമ്മൾ ഇവിടെ നിന്ന് വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാറുള്ളത്. വാങ്ങിക്കൊണ്ട് പോകുന്നവർക്കും താല്പര്യമാണ്. ഒരിക്കൽ വാങ്ങുന്നവർ വീണ്ടും ആഗ്രഹിച്ച് വന്ന് വീണ്ടും അത് ആവശ്യപ്പെടാറും, അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് പൂർണ്ണമായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ച് പോകുന്ന ഒരു നിലപാടാണ് ഇന്നുള്ളത്. അവരിൽ നിന്നും ചില്ലറ വിൽപ്പനക്കാർ വാങ്ങുന്നവർക്കും എല്ലാം തൃപ്തികരമായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇവരുടെ പ്രതിരോധശേഷി നിലനിർത്താനായിട്ട് എന്ത് മാർഗമാണ് ഇവിടെ സ്വീകരിക്കുന്നത്? പ്രതിരോധശേഷി നമുക്ക് പ്രതിരോധത്തിൽ പ്രധാനമായിട്ട് വരുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. ഈ പ്രസവ സമയത്ത് അതിൻ്റെ പ്രസവത്തിൻ്റെ ആ ഒരു ടെൻഷനിലും അതിൻ്റെ പ്രയാസങ്ങളിലും തള്ളകൾ വളരെ കെയറായിട്ട് ശ്രദ്ധിക്കത്തില്ല. അവർ വളരെ അശ്രദ്ധയായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ മുകളിലോട്ട് വീഴാനും ചായാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ലളിതമായിട്ടുള്ള രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. സൈഡ് ഒരു പ്രൊട്ടക്റ്റീവ് ഫെൻസ്, അത് 1.5 ഇഞ്ച് GI പൈപ്പ് കൊണ്ടൊരു പ്രൊട്ടക്റ്റീവ് ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും അരികിൽ ചെന്ന് ചേർന്ന് വീഴുക, കിടക്കുക, ആ ഒരു സാഹചര്യങ്ങൾ തള്ളപ്പന്നിക്ക് സാധിക്കാതെ വരും. കുഞ്ഞുങ്ങൾ അതിൻ്റെ അടിയിൽ അഭയം തേടി അതിൻ്റെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം പ്രസവക്കൂടുകളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ അതിന് പ്രകൃതിയായുള്ള അയണിൻ്റെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന അത് പ്രകൃതിയിലാണെന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ നിന്നാണ് അതിന് കൂടുതൽ കിട്ടാൻ സാധ്യത. അപ്പോൾ അങ്ങനെ മണ്ണിൽ മേയാത്തതുകൊണ്ട് നമ്മുടെ ഇവിടെ എല്ലാം ടൈൽസ് തിരിച്ചിട്ടാണ് അതിൻ്റെ മൊത്തം കൂടുതലും ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈലിൽ നിന്ന് ആ ഒരു മണ്ണിൻ്റെ സാഹചര്യം കിട്ടാത്തത് കൊണ്ട് അതിന് അയൺ ഇഞ്ചക്ഷനായിട്ട് ഓറലായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഓറലായിട്ട് കൊടുക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ കിട്ടാനായിട്ടുള്ള താമസം പരിഗണിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇഞ്ചക്ഷനായിട്ടാണ് കൊടുക്കാറുള്ളത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 10 ദിവസത്തിനുള്ളിൽ വരയ്ക്കുള്ള മരുന്നും കൂടെ അതിന് കൊടുക്കുന്നുണ്ട്. ആൽബൻഡസോൾ അതിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഗ്രോത്തിന് വളരെ സഹായകരമാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ഏറ്റവും നല്ല പാലുകൂടി തീരാറായി വരുന്നതിന് മുമ്പ് തന്നെ തളയോടൊപ്പം തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫീഡുകൾ കൊടുക്കുന്നതോടുകൂടി സപ്ലിമെൻറ്റ്സും ഒക്കെ കൊടുക്കുന്നതോടുകൂടി അത് എനർജറ്റിക്കായിട്ട് വളർന്നുകൊള്ളും. സെക്കൻഡ് ഡോസിൻ്റെ അയൺ ആവശ്യമെന്ന് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുപോലെ തന്നെ അതിന് വൈറ്റമിൻസ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറ്റമിൻസും എല്ലാം
കൃത്യതയോടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആരോഗ്യം ഉറപ്പുവരുത്തുമെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രോത്ത് റേറ്റ് നിലനിർത്തി മുന്നിൽ ഒരേ ബാച്ചിൽ കൂടെ തന്നെ വരെയെല്ലാം കടത്തിവിടാനായിട്ട് സാധിക്കും. ഇവിടുത്തെ പന്നി ഫാമിന്റെ മാലിന്യ സംസ്കരണം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മാലിന്യ സംസ്കരണം നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ പ്രൈമറി ആയിട്ട് എല്ലാ കൂടുകളെയും ബയോഗ്യാസ് പ്ലാന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള എല്ലാ വേസ്റ്റും അതിൻ്റെ ചാനലുകൾ വഴി ബയോഗ്യാസ് പ്ലാന്റിൽ വന്ന് അതിൻ്റെ അകത്തുള്ള സംസ്കരണം കഴിഞ്ഞിട്ട് സ്ലറി പിറ്റിലേക്ക് മാറുകയും സ്ലറി പിറ്റിൽ നിന്നും അടുത്ത 4 അറകളിലായിട്ട് ഉള്ള ഒരു ടാങ്കിൽ വന്ന് അതിൻ്റെ കുറേ കൂടെ വെള്ളം വേർതിരിക്കുന്ന സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം ചെയ്ത് ഏറ്റവും ലാസ്റ്റിലെ ആ വെള്ളം ആ പുൽകൃഷിക്കും മറ്റുമായിട്ടും മറ്റ് കാർഷിക കൃഷികൾക്കുമായിട്ടൊക്കെ പമ്പ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഈ സ്ലറി ഉണക്കി അത് കൂടെ വളരെ നല്ല രീതിയിൽ കൃഷികളുണ്ട്, കാർഷിക കൃഷികൾ, അതായത് ചേന, ചേമ്പ്, വാഴ തുടങ്ങിയ കൃഷികൾക്കും തെങ്ങ് തുടങ്ങിയവൾക്കും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് പൂക്കാതെ നിൽക്കുന്ന ഒരു റോസിന് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും പച്ചക്കറികൾക്ക് ഇത് അപ്ലൈ ചെയ്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ അത് റിസൾട്ടാകുന്ന ഒരു വലിയ പ്രതിഭാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രത്തോളം എഫക്റ്റീവാണ്. അതായത് നമ്മുടെ ബയോഗ്യാസിൽ വരുമ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ അണുക്കൾ വിഘടിച്ച് അത് ശരിക്കും വിഘടിപ്പിച്ച് സസ്യങ്ങൾക്ക് എടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ മാറ്റിക്കഴിയണം. അതുകൊണ്ട് പെട്ടെന്ന് സസ്യങ്ങൾക്ക് വേരുകളിൽ കൂടി ഇത് അബ്സർവ് ചെയ്തെടുത്ത് അതിൻ്റെ ആഹാരമാക്കാനായിട്ട് സാധിക്കും. ആവശ്യത്തിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ അതിനകത്ത് ഒരു പ്രത്യേകത കാണുന്നത് ഇത് ഫ്രീക്വൻ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സസ്യങ്ങളുടെ ആരോഗ്യം ഒരേ രീതിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രത്യേകതയും. കാരണം ആദ്യമേ കിട്ടുന്നത് അത് പെട്ടെന്ന് തന്നെ സസ്യങ്ങൾ എടുക്കും, തുടർന്ന് വീണ്ടും അതേപോലെ സെക്കൻഡ് ഡോസും അതേപോലെ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയ അളവിൽ കിട്ടിക്കൊണ്ടിരുന്നാലും സസ്യങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് നിലനിൽക്കുന്നതായിട്ട് നമ്മുടെ അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് കൃഷികൾക്കും ഇത് ഉപയോഗിക്കാമല്ലേ? എല്ലാ കൃഷിക്കും, പച്ചക്കറിയോ പിന്നെ നമ്മുടെ ഉദ്യാനത്തിലോ എല്ലാ കൃഷികൾക്കും യഥേഷ്ടം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള, ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കൃഷികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മളൊരു ചാക്കിനൊരു ചെറിയ വില വാങ്ങിയാണ് അത് നമ്മൾ കൊടുക്കുന്നത്. ഉണങ്ങിയ വളം യഥേഷ്ടം വന്ന് ആൾക്കാർ വന്ന് ആവശ്യക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ മറ്റു ചിലരിൽ അങ്ങ് ഒന്നും തന്നെ വാങ്ങാറില്ലായിരുന്നു. ഇപ്പോഴും ആവശ്യം വർദ്ധിച്ചു വന്ന അവസരത്തിൽ അത് ഉണക്കി സൂക്ഷിക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള ചിലവിൻ്റെ ഭാഗമായിട്ടൊരു ചെറിയ തുക നമ്മൾ വാങ്ങി അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടികളിൽ തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. ചേട്ടൻ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ജേക്കബ് പീറ്റർ, സ്വദേശം ഇവിടെ തന്നെയാണ്. ഇത് എനിക്ക് കുടുംബ ഓഹരിയായിട്ട് കിട്ടിയ വസ്തുവിലാണ് ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇതിന് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിന് മുമ്പ് ഞാനും മറ്റ് ലോറി ബസ് സർവീസ് ഫീൽഡുകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിനകത്ത് ചെയ്തിട്ടാണ് ഈ നിലയിൽ വന്നത്. ഞാൻ സർക്കാർ ഉദ്യോഗത്തിലായിരുന്ന വ്യക്തിയാണ്. ആ സർക്കാർ ഉദ്യോഗത്തോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉദ്യോഗം രാജിവെച്ചിട്ടാണ് ഇങ്ങനെ ബിസിനസ് ഫീൽഡിലേക്ക് വന്നത്. ഈ കാര്യങ്ങളിൽ കൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ദോഷകരമില്ലാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. ഈ 2 മക്കളാണുള്ളത്. 2 പേരുടെയും വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി 2 പേരും മിടുക്കരായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു. മൂത്ത ആൾ വെളിയിൽ ഒരു കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇളയ ആൾ ഇവിടെ ഗവൺമെൻറ് പോളിയിലെ ലെക്ചറായിട്ട് കോതമംഗലം അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. വൈഫ് ഹൗസ് വൈഫായിട്ട് വീട്ടിലെ സാഹചര്യങ്ങളിലും ഒപ്പം എൻ്റെ കൃഷിയോടൊപ്പം എന്നോടൊപ്പം വേണ്ടുന്ന പ്രോത്സാഹനം തന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും പന്നിയെ വാങ്ങിക്കാൻ വരുന്നവർക്ക് എങ്ങനെ എത്താൻ പറ്റും? ഇവിടെ ഒരു കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. നമുക്കിവിടെ നമ്മുടെ ഫാമിൻ്റെ നാച്ചുറൽ ബയോ ഫാം എന്നാണ് ഫാമിൻ്റെ പേര്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അടുത്ത് ഒറ്റൂർ പഞ്ചായത്ത്, വർക്കല ബ്ലോക്കിൽ ഒറ്റൂർ പഞ്ചായത്തിൽ മുങ്ങോട് സ്വദേശം ആണ് നമ്മുടെ ഫാം പ്രവർത്തിക്കുന്നത്. നെറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൂടെ നമുക്ക് പെട്ടെന്ന് ഇവിടെ നമുക്ക് എത്തിച്ചേരാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഉൾപ്പെടുത്തിക്കോട്ടെ? ആയിക്കോട്ടെ. ഇപ്പോൾ വരുന്നവർക്ക് വിളിച്ചിട്ട് വരാൻ പറ്റുമല്ലോ? അതെ. ഓക്കെ ഏട്ടാ, താങ്ക് യു.